ശ്രീനാഥ്, നമ്മുടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല, ഏത് അഡ്വഞ്ചറസ് നേരിടാനും ഇന്ത്യ ഒരുക്കമാണ് എന്ന രീതിയിൽ പ്രതിരോധ മന്ത്രാലയം ഉറപ്പ് പറയുകയും ചെയ്യുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്നാണ്? SKN ഇപ്പോഴും ഷെല്ലാക്രമണം അതിർത്തി മേഖലകളിൽ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി കുപ്വാര അടക്കമുള്ള മേഖലകളിൽ കനത്ത ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നൊരു വിവരം കൂടി ഈ സമയം പുറത്തേക്ക് വരുന്നുണ്ട്. പലയിടത്തും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ഈ തരത്തിൽ ആക്രമണം നടത്തുന്നത്. അത് നമ്മൾ ഇന്നലെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നമ്മുടെ 15 സാധാരണക്കാർ കൊല്ലപ്പെടുന്നു, അവരുടെയൊക്കെ വീടുകൾ തകർന്നു. ഇന്നലെ ബൽറാം ആ മേഖലകളിൽ സഞ്ചരിച്ചതാണ്. അവിടെ നിന്ന് തകർന്ന വീടുകളുടെയും മറ്റും ദാരുണമായ ആ കാഴ്ച നമുക്ക് നേരിട്ട് കാണിച്ചു തന്നതാണ്. ആ തരത്തിൽ ഗുരുതരമായ അവസ്ഥ ആ മേഖലയിൽ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വലിയൊരു പ്രകോപനമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത്. കാരണം നമ്മൾ ഇത്ര വലിയ തിരിച്ചടി പാകിസ്ഥാൻ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സിവിലിയൻസിനെ, സാധാരണക്കാരെ, നിരപരാധികളെ വെടിവെച്ച് കൊന്നതാണ് ആ വലിയ പ്രകോപനത്തിന് കാരണം. അതിനുള്ള തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഭീകരാക്രമണം, ആ ഭീകരവാദികളുടെ താവളങ്ങളെയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാൻ സൈന്യത്തിനോ അവിടുത്തെ സാധാരണക്കാർക്കോ യാതൊരു കേടുപാടും നഷ്ടവും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചു ചെയ്യുന്നത് നമ്മുടെ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചാണ്. അത് നടത്തുന്നത് ഭീകരവാദികളല്ല, പാകിസ്ഥാൻ സേന നേരിട്ട് തന്നെയാണ്. അതുകൊണ്ട് സാഹചര്യം കൂടുതൽ ഗൗരവമായി മാറുന്നുണ്ട് ഒരു തരത്തിൽ. പക്ഷേ നേരിട്ടൊരു വലിയ യുദ്ധം കണക്കെ അതിനെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത്തരത്തിലൊരു വലിയ നീക്കത്തിലേക്ക് പാകിസ്ഥാൻ ഇതുവരെ പോയിട്ടില്ല. അവരുടെ സൈന്യത്തിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നലെ അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി, അതായത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലുള്ളൊരു സാഹസത്തിന് അവരുടെ സൈന്യം ഇതുവരെ മുതിർന്നിട്ടില്ല. ഇന്ത്യക്കകത്തേക്ക് ഉള്ളിലേക്ക് കയറിക്കൊണ്ടൊരു ആക്രമണത്തിന് ഇപ്പോഴും അവർ മുതിർന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പാക് പോർ വിമാനങ്ങൾ ഉയർന്നു പൊങ്ങിയിരുന്നു, അതിർത്തി വരെ എത്തിയെങ്കിലും അത് മടങ്ങിപ്പോയി എന്ന സൂചനകൾ ചില പ്രതിരോധ വിദഗ്ധർ ആ തരത്തിൽ ഈ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ആ തരത്തിലൊരു വലിയ ആക്രമണത്തിലെ അവർ പോയിട്ടില്ല. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് അവരുടെ പ്രതിരോധ മന്ത്രി കാരണമാണ്. ഇന്നലെ പാകിസ്ഥാൻ്റെ അവകാശവാദം അവർ 5 പോർ വിമാനങ്ങൾ, ഇന്ത്യയുടെ 3 റഫേൽ അടക്കം 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നൊരു വാദമായിരുന്നു. ഒരു ഇരുമ്പ് ചീള് പോലും അതിന് തെളിവായി പാകിസ്ഥാൻ ഇന്നലെ കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ CNN, അമേരിക്കൻ മാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിൽ അവതാരക ചോദിക്കുന്നു എന്താണ് ഈ വാദത്തിനുള്ള തെളിവ് എന്ന്. അതിന് മറുപടി എന്നോണം ഖാജ ആസിഫ്, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി, പറയുന്നത് തെളിവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നതാണ്. എന്തൊരു പരിഹാസ്യമായ മറുപടിയാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. അവരുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, നിങ്ങൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ നോക്കുക, അവിടെയും ഈ തരത്തിൽ അതിൻ്റെ തെളിവുകൾ ചിത്രങ്ങളായി ഉണ്ട് എന്ന് ഒരു പ്രതിരോധ മന്ത്രി, സൈന്യത്തിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ലഭിക്കുന്ന ഒരു പ്രതിരോധ മന്ത്രി അത്തരമൊരു കാര്യം സ്ഥിരീകരിക്കുന്നത് സോഷ്യൽ മീഡിയ നോക്കിയാണ് എന്നത് അവരുടെ ഈ വാദങ്ങൾ എത്രത്തോളം പൊള്ളയാണ് എന്ന് അവർ തന്നെ പറയുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ ഒരു ഫോട്ടോ കാര്യമായി പ്രചരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. അത് 2021 പഞ്ചാബിലെ മോഗയിൽ തകർന്നു വീണ ഒരു മിഗ് വിമാനത്തിൻ്റെ ഫോട്ടോയാണ്. യഥാർത്ഥത്തിൽ അന്ന് ഏതെങ്കിലും ആക്രമണത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ പേരിലൊന്നും തകർന്നു വീണതല്ല, മറ്റ് സാങ്കേതിക തകരാറ് കൊണ്ട് തകർന്നു വീണ ആ വിമാനത്തിൻ്റെ ചിത്രങ്ങളാണ് ഇന്നത് റാഫേലും സുഖോയും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ട് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചത്. അതൊരു നുണയാണ് എന്ന് ഇന്നലെ തന്നെ PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തുകയും അത് ലോകത്തെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നിട്ടാണ് അതിന് ശേഷവും അന്താരാഷ്ട്ര മാധ്യമത്തിൽ പോയിരുന്ന് ലോകം മുഴുവൻ കാണുകയെ ഈ ഇന്ത്യൻ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന് തെളിവ് സോഷ്യൽ മീഡിയ നോക്കി അദ്ദേഹം പറയുന്നത്. വളരെ പരിഹാസ്യമായി മാറുകയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് ഈ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാട്ടിയാൽ മനസ്സിലാവും. മാത്രമല്ല, ഈ ഭീകരവാദികളുടെ താവളം ഇന്ത്യ തകർത്തു എന്ന് പറയുമ്പോൾ അതൊക്കെ ഭാവനാത്മകമായ താവളങ്ങളാണ്. അങ്ങനെ താവളങ്ങളൊന്നും പാകിസ്ഥാനിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെ വേണ്ടി ഞങ്ങൾ ഈ ഭീകരവാദികളെ പാലൂട്ടി വളർത്തിയിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന് നേരത്തെ ഇതുപോലെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ പോയി ഇരുന്ന് പറഞ്ഞയാളാണ് ഇപ്പോൾ ഇതെല്ലാം ഭാവനയാണ് എന്ന് മാറ്റി പറയുന്നത്. SKN.